നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യുന്ന ഒന്ന് വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണമാണ്. കേരളത്തിൽ നവംബർ മാസത്തിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഉടുമ്പൻചോല അസംബ്ലി നിയോജക മണ്ഡലത്തെ സംബന്ധിച്ച് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 10,000-ലധികം ഇരട്ട വോട്ടുകൾ ഉടുമ്പൻചോല അസംബ്ലി നിയോജക മണ്ഡലത്തിൽ മാത്രമുണ്ട്. എന്ന് പറഞ്ഞാൽ കേരളത്തിലും തമിഴ്നാട്ടിലുമായി 10,000-ലധികം ആളുകൾക്ക് രണ്ട് സംസ്ഥാനത്തും വോട്ടുകളുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ നിരവധി വർഷങ്ങളായി ഈ വിഷയത്തെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്നുവെങ്കിലും ഇത് നീക്കം ചെയ്യാനുള്ള സമഗ്രമായൊരു നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 10, 20, 25 വർഷങ്ങളായി ഈ നാട്ടിൽ താമസമില്ലാത്തവരോ ഇവിടെ നിന്ന് ജോലി അവസാനിപ്പിച്ച് തമിഴ്നാട്ടിലേക്ക് മടങ്ങിയവരോ ഇവിടെ വീടോ റേഷൻ കാർഡോ യാതൊരു അധികാരപത്രങ്ങളോ ഇല്ലാത്ത ഏതാണ്ട് 10,000-ലധികം ആളുകളുടെ പേര് ഇപ്പോഴും ഈ ഉടുമ്പൻചോല അസംബ്ലി നിയോജക മണ്ഡലത്തിലെ പല പഞ്ചായത്തുകളിലും ആയി വോട്ടർ പട്ടികയിലുണ്ട് എന്നുള്ളതാണ് നമ്മളെ ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം. രണ്ടാമതായി, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു എന്നത് കണ്ട് ഈ ഉടുമ്പൻചോല അസംബ്ലി നിയോജക മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളും ഏതാണ്ട് ഒരു പഞ്ചായത്ത് ഒഴിച്ച് ബാക്കി പഞ്ചായത്തുകളെല്ലാം ഇടതുപക്ഷം ഭരിക്കുന്നതാണ്. തോട്ടം മേഖല ഉൾപ്പെടുന്ന പല പഞ്ചായത്തുകളിലും വ്യാജ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളെ, എന്ന് പറഞ്ഞാൽ ഇവിടെ താമസമില്ല, റേഷൻ കാർഡില്ല, മറ്റ് യാതൊരുവിധ രേഖകളും ഇല്ലാത്തവരെ വ്യാജ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റുകൾ, എന്ന് പറഞ്ഞാൽ ഇവരിവിടെ വാടകയ്ക്ക് താമസിക്കുന്നു എന്ന വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി ആ സർട്ടിഫിക്കറ്റുകളുടെ മറവിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുകയാണ്. അപ്പം ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷനോട് ആവശ്യപ്പെടുന്നത് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റുകൾ, അതായത് വാടകയ്ക്ക് താമസിക്കുന്നു എന്ന റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി അതുവഴി വോട്ടർ പട്ടികയിൽ ചേരാൻ അപേക്ഷ കൊടുത്തിരിക്കുന്ന മുഴുവൻ അപേക്ഷകരുടെയും ജെനുവിനിറ്റി പരിശോധിക്കണം. ഇവരെവിടെ താമസിക്കുന്നു, എങ്ങനെയാണ് ഇവർക്ക് ഇവിടെ വാടകയ്ക്ക് താമസിക്കാനുണ്ടായ സാഹചര്യം എന്ന കാര്യം പരിശോധിക്കണം. അതോടൊപ്പം തന്നെ 6 മാസം സ്ഥിരമായി ഒരു പ്രദേശത്ത് താമസിച്ച ആൾക്കാണ് വോട്ടർ പട്ടികയിൽ പുതുതായിട്ട് പേര് ചേരാനുള്ള അവകാശം. പക്ഷേ അവർക്ക് സംസ്ഥാനത്തോ അല്ലെങ്കിൽ രാജ്യത്തെവിടെയോ മറ്റൊരു ഭാഗത്ത് വോട്ടർ പട്ടികയിൽ അവരുടെ പേരുണ്ടാകാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് വെട്ടിമാറ്റിയതിന് ശേഷം മാത്രമേ ഇവിടെ പുതുതായിട്ട് പേര് ചേർക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് രാജകുമാരി ഒരു പഞ്ചായത്തിൽ മാത്രം ഇന്നിപ്പോൾ നമ്മളിപ്പോൾ ഈ വാർത്ത എടുക്കുന്ന സമയം വരെ ഏതാണ്ട് 1,600-ലധികം പുതിയ അപേക്ഷകളാണ് വന്നിരിക്കുന്നത്. അവിടെ പരമ്പരാഗതമായിട്ട് താമസിക്കുന്ന കൃഷിക്കാരും മറ്റാളുകളും താമസിക്കുന്ന മേഖലയിൽ ഏതാണ്ട് 500-ൽ താഴെ അപേക്ഷ മാത്രമാണ്. പക്ഷെ 4-5 വാർഡുകൾ തോട്ടം മേഖലയിൽ 1000-ലധികം അപേക്ഷകൾ വന്നിരിക്കുകയാണ് 3-4 വാർഡുകളിലായിട്ട്. ഇത് വന്നിരിക്കുന്നത് ബഹുഭൂരിപക്ഷവും തമിഴ്നാട്ടിൽ നിന്നാണ് ഓൺലൈനായിട്ട് അപേക്ഷ കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ അവർ വാടകയ്ക്ക് താമസിക്കുന്നു എന്ന രേഖ അത് പഞ്ചായത്ത് അധികൃതരുടെയും പഞ്ചായത്ത് ഭരണാധികാരികളുടെയും ഒത്താശയോടുകൂടി സൃഷ്ടിച്ച് ഓൺലൈനായിട്ട് ചേർത്തിരിക്കുകയാണ്. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെടുന്നത് ഈ പുതുതായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനായി റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിരിക്കുന്ന ആളുകൾ അത് വാടക ചീട്ടാണ് എങ്കിൽ ആ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റിൻ്റെ ജെനുവിനിറ്റിയെക്കുറിച്ച് കൃത്യമായ പരിശോധന നടത്തി 6 മാസമായി ഈ പഞ്ചായത്തുകളിൽ താമസിക്കുന്നവരെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാവുള്ളൂ. അതോടൊപ്പം തന്നെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനായി തമിഴ്നാട്ടിൽ നിന്നുള്ള ആധാർ കാർഡുകളാണ് പലരും, കേരളത്തിലെ ആധാർ കാർഡ് അവർക്കില്ല, തമിഴ്നാട്ടിൽ നിന്നുള്ള ആധാർ കാർഡാണ് പലരും മാനദണ്ഡമാക്കിയിരിക്കുന്നത്. റേഷൻ കാർഡ് നാട്ടിലില്ലാത്തവർ, ഇലക്ട്രിസിറ്റി കണക്ഷൻ ഇല്ലാത്തവർ, യാതൊരുവിധ സർക്കാർ രേഖകളും ഇല്ലാത്തവർ, ഈ കേരളത്തിലെ ഒരു സ്കൂളുകളിലും പഠിച്ചിട്ടില്ലാത്തവർ, ഇവരൊക്കെ എങ്ങനെയാണ് ഇവിടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത് എന്ന കാര്യം ഇലക്ഷൻ കമ്മീഷനും ഇലക്ഷൻ അതോറിറ്റിയും സമഗ്രമായി പരിശോധിച്ച് വ്യാജ വോട്ടുകളും ഇരട്ട വോട്ടുകളും സമ്പൂർണ്ണമായി നീക്കം ചെയ്തുകൊണ്ട് വോട്ടർ പട്ടിക ശുദ്ധീകരിച്ച് യഥാർത്ഥ ജനാധിപത്യ രീതിയിലുള്ള ഇലക്ഷൻ നടക്കണം. കാരണം ഈ നാട്ടിൽ താമസിക്കുന്ന ആളുകൾ അവർ ഏത് സംസ്ഥാനക്കാരുമാകട്ടെ ഏത് ഭാഷക്കാരുമാകട്ടെ അതിലൊന്നും തർക്കമില്ല. ഈ നാട്ടിൽ താമസിച്ച് ജനിച്ചു വളർന്നവർ അല്ലെങ്കിൽ 6 മാസത്തിനുള്ളിൽ ഇവിടെ സ്ഥിരമായിട്ട് താമസിക്കുന്ന ആളുകൾക്ക് മാത്രമേ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവകാശമുള്ളൂ എന്നിരിക്കെ വ്യാജ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റുകൾ, വാടക ചീട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെ വോട്ടർ പട്ടികയിൽ പേര് ചേരുന്നത് അത് കണ്ടെത്തി വോട്ടർ പട്ടികയെ സംശുദ്ധമായി ശുദ്ധീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടാനുള്ളത്.